ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അങ്ങനെ സുധീഷിനെ കാണാനില്ല എന്ന വാർത്ത അത് ആ നിധിയോട് പറയുമ്പോൾ തന്നെ നിധിയോട് സുധീഷ് കള്ളനാണെന്നും നിധി വിശ്വസിക്കാൻ കൊള്ളത്തില്ലായിരുന്നുവെന്നും നമ്മളെ അവൻ മനഃപൂർവ്വം ചതിക്കുവാൻ വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ചതെന്നും ഒക്കെ പറഞ്ഞ് നിധിയുടെ മുൻപിൽ വലിയൊരു അഭിനയം നടത്തുന്ന രാജീവും നീതിയുടെ അമ്മയും അരുണിനെയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണട്ടെ. അങ്ങനെ നിധിയോട് പറയാണ്, മോളെ, നിന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇത് ചെയ്യുമായിരുന്നോ? അവൻ്റെ മുഖ്യ ലക്ഷ്യം പണമായിരുന്നു. ആ പണം നേടിയെടുക്കുവാൻ വേണ്ടി അവൻ എന്ത് ചതിയും ചെയ്യുമെന്നും ഓൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഞാൻ എത്ര വർഷത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ പണം കൊണ്ടുപോയില്ലേ? മോളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നോ? ഇനി അവൻ മടങ്ങി വരില്ല മോളെ എന്ന് പറയുകയാണ്. അപ്പം നിധി പറയാണ്, ഇല്ലച്ചാ, സുധീഷ് അങ്ങനെ ചെയ്യില്ല, സുധീഷ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സുധീഷ് എന്ന് മാത്രമല്ല, സുധീഷിൻ്റെ വീട്ടുകാരും അങ്ങനെ കളവ് ചെയ്യുന്നവരല്ല എന്ന് പറയാണ്. മോളെ, നിനക്ക് ഇതുവരെയും വിശ്വാസമായില്ലേ? അവൻ പോയ വഴി പോലും അറിയത്തില്ലാത്ത അവസ്ഥയല്ലേ ഇപ്പം? അവനെക്കുറിച്ച് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു സൂചന നിനക്ക് കിട്ടിയോ? ഇല്ല, കിട്ടില്ല. അവൻ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നിധിയുടെ മുൻപിൽ നീ സുധീഷിയുടെ കള്ളനാക്കി മാറ്റുവാൻ നിധിയുടെ അമ്മ ഉൾപ്പെടെ അവിടെ ശ്രമിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് ഒരു കാഴ്ചക്കാരിയെ പോലെ മാത്രം ഇവർ പറയുന്ന വിശ്വസിച്ച് നിൽക്കുന്ന നിധിയുടെ ചേട്ടത്തിനെ കാണാം അവിടെ, അല്ലെങ്കിൽ അരുണിൻ്റെ ഭാര്യനെ കാണാം. അങ്ങനെ നിധി പറയുകയാണ്, ഇല്ല സുധീഷ് അങ്ങനെ ചെയ്യില്ല, ഒന്ന് അല്പം വെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ഷമിക്ക്. സുധീഷിന് ഒന്നെങ്കിൽ ഒരു എന്തെങ്കിലും അപകടം സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയതായിരിക്കാം, ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കാം. അല്ലാതെ സുധീഷ് അങ്ങനെ ഒരു പണി ചെയ്യുന്നതല്ല, കളവ് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ് ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി തൻ്റെ മുറിയിലേക്ക് പോവുകയും അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അച്ഛൻ പറഞ്ഞതൊന്നും ആയിരിക്കില്ലേ നടക്കുന്നത്, സുധീഷ് അങ്ങനെ ഒരു അപകടം സംഭവിക്കില്ല, സുധീഷിനൊരു അപകടം സംഭവിക്കില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന നിധിയെ കാണാം. മറുഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്ന സുധീഷിനെ കുറിച്ചുള്ള ഈ മിസ്സിങ്ങിനെ കുറിച്ച് വലിയ ടെൻഷൻ അടിച്ച് സുഭാഷും നികേഷും ഹരീഷും യാത്ര തിരിച്ച് അങ്ങനെ ആ പട്ടണം മൊത്തം സുധീഷ് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കി തപ്പിക്കഴിഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി 3 പേരും കണ്ടെത്താതെ ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യും സുഭാഷേട്ടാ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഹരീഷ് പറയാണ്, നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാം, ഇതിനെല്ലാം കാരണക്കാരൻ ആ ഏട്ടത്തിയുടെ അച്ഛനാണ് എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, നികേഷിന് അല്പം ഹരീഷിന് അല്പം എടുത്തിയാട്ടമുണ്ടല്ലോ. സുഭാഷ് ഏട്ടൻ പറയാണ്, ഇല്ല ഹരീഷെ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നിധി പറഞ്ഞതല്ലേ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് വെളിയിൽ പോയതാണെന്ന് പറഞ്ഞതല്ലേ, അവർക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ അവിടെ പോയി എന്തിനാണ് വെറുതെ അവിടെ പോയി നമ്മളൊരു സീൻ ഉണ്ടാക്കുന്നത്? വേണ്ട, നമുക്ക് ഇവിടെ അന്വേഷിക്കാം എന്ന് പറയാണ്. അപ്പം ഹരീഷ് പറയാണ്, ഇല്ല ഏട്ടാ, അയാൾക്കറിയാം, അയാൾക്കിട്ട് പിടിച്ച് 4 പൊട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാം എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് ഹരീഷിനെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ശാന്തമാക്കുക. ഹരീഷ് അങ്ങനെ അല്ല, നമ്മൾ അങ്ങോട്ട് ചെന്നാലും സുധീഷ് കള്ളനാണെന്ന് പറഞ്ഞ് നമ്മളെ കൂടെ അപമാനിക്കും, മാത്രമല്ല നമ്മളും ഇതിന് പങ്കാളികളാണെന്ന് പറയും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് സുധീഷിനെ കണ്ടെത്തുക, സുധീഷിൻ്റെ ജീവൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം എവിടെയെല്ലാം അന്വേഷിച്ച് കണ്ടുപിടുത്തണം എന്ന് പറഞ്ഞ് പോവുകയാട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ആകാംക്ഷയോടുകൂടി, സുധീഷാണോ എന്നൊരു ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കുക. അപ്പം പെട്ടെന്ന് ഹരീഷ് ഈ ഫോണിലെത്തി നോക്കുമ്പോൾ നീതുവാണ്. അപ്പം നീതു ഫോൺ വിളിച്ചപ്പോൾ ഒന്ന് കട്ട് ചെയ്ത്, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തല്ലോ. അതിനുശേഷം നീതു തെരുതരെ വിളിക്കുക കേട്ടോ. നീതുവിന് ആകെ ടെൻഷനായി, ഹരീഷിനോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി. എന്നാൽ ഹരീഷ് തുറന്ന് പറയുന്നില്ല, ഇങ്ങനെ ഒരു ആവശ്യത്തിന് പോവുകയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഹരീഷിന് വളരെ ടെൻഷനായിട്ട് നിൽക്കുക സുധീഷിനെ കാണാത്തതുകൊണ്ട്. എന്നാൽ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമോ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ഹരീഷ് അത് പറയുന്നില്ല. അപ്പം ഫോൺ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നീതുവിന് ദേഷ്യമുണ്ടാകുകയും വാശിയുണ്ടാകുകയും തെരുതെരെ ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ഹരീഷ് ഫോണും എടുത്തുകൊണ്ട്, സുധീഷയുടെ ഇപ്പോൾ വരാം, ഒരു കസ്റ്റമറാണെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറി നിന്ന് ഹരീഷ് എടുത്ത വായിൽ ചീത്ത വിളിക്കുന്ന, അല്ലെങ്കിൽ നിനക്ക് എന്തിനാണ് നീ എന്നെ വിളിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നീതു പറയാണ്, ഹരീഷെ എന്തിനാ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്നോടൊന്ന് സംസാരിച്ചു കൂടെ എന്ന് ചോദിക്കുകയാണ്. എന്ത് സംസാരിക്കാനാണ്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്ന് ചോദിക്കുകയാണ്, നാളെ വിളിക്കാമെന്ന്. ഹരീഷ എന്താണ് എന്നെ മടുത്തോ എന്ന് ചോദിക്കുക. ഇത്രയും ദിവസം നമ്മൾ സംസാരിച്ചിരുന്നതല്ലേ, രാവിലെ 3 മണി വരെ നമ്മൾ സംസാരിച്ചിരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, നിനക്ക് എന്നെ അറിയത്തില്ലേ, എൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞതല്ലേ നാളെ വിളിക്കാമെന്ന്.
പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുകയും ചൂടാക്കുകയും ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷും നികേഷും കേട്ടോ. അപ്പോൾ നികേഷിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, പക്ഷേ സുഭാഷിന് അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹരീഷ് അല്പം ശാന്തമായ രീതി മാറി നിന്ന് നീതുവായിട്ട് വഴക്കുണ്ടാക്കുക. അപ്പം നീതു തൻ്റെ വേദനകളൊക്കെ ഒന്ന് പറയാം. നീ എവിടെയോ കറങ്ങാൻ പോയിരിക്കുക, ആരോടൊപ്പം കറങ്ങാൻ പോയിരിക്കുക, അല്ലാതെ നീ എന്തിനാണ് ഫോൺ കട്ട് ചെയ്യുന്നത്, ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത്, എനിക്കറിയാം ഹരീഷ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വേദന ഹരീഷിനോട് പറയുമ്പോൾ ഹരീഷിന് ദേഷ്യമുണ്ടാകുകയും അങ്ങനെ നീ ആരുടെ കൂടെ കറങ്ങാൻ പോയിക്കുക, ആരുടെ കൂടെയാടാ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് ദേഷ്യം വരികയും അങ്ങനെ ഫോൺ തല്ലി എടുത്ത് നിലത്തൊക്കെ എത്തിയേറെ. അപ്പോൾ പെട്ടെന്ന് സുഭാഷിനും നികേഷിനും മനസ്സിലാക്കി കാര്യം കൈവിട്ടു പോയെന്ന്. അങ്ങനെ പെട്ടെന്ന് ഇവരുടെ അടുത്ത് ഹരീഷിൻ്റെ അടുക്കിലേക്ക് എന്നാടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ, അത് ഒരു കസ്റ്റമറെ വെറുതെ വിളിച്ച് വഴക്കുണ്ടാക്കുകയാണ് എന്ന് പറയുകയാണ്. അതിന് നീ എന്തിനാണ് ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നതെന്ന് ചോദിക്കുകയും ഈ സമയത്ത് സാരമില്ല, പോട്ടെ, നമുക്ക് സുധീഷനെ അന്വേഷിച്ച് പോകാം എന്ന് പറയാം. പെട്ടെന്ന് നികേഷ് നിലത്തി വീണ ഫോൺ എടുക്കുക. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോട്ടോ. ഈ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയില്ലോ ഹരീഷേട്ടാ എന്ന് പറയാം. സാരമില്ല, നമുക്കത് പിന്നെ നോക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോവുകയാട്ടോ. അപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ ബൈക്കിൽ കയറി എങ്ങോട്ടാണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതെന്നെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നികേഷിന് ഇത് പേടിയാവുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് വിചിന്തനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ വളരെ പേടി തോന്നുക. അപ്പോൾ പെട്ടെന്ന് സുഭാഷേട്ടനോട് പറയാം, സുഭാഷേട്ടൻ എനിക്ക് പേടിയാവാന്ന് പറയാം. സാരമില്ല, അന്നേരം ഹരീഷ് പറയാം, സാരമില്ല, നമുക്ക് പോയി കണ്ടെത്താം എന്ന് പറയാണ്. എവിടെയെങ്കിലും സുധീഷേട്ടൻ്റെ സ്വഭാവമല്ലേ, നമുക്ക് പോയി എവിടെയെങ്കിലും അന്വേഷിക്കാമെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക കേട്ടോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഭാഗമുണ്ട്. സുധീഷ് അവിടെ ഈ അരുൺ വന്ന് സുധീഷിനെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്, അതുപോലെ ഗുണ്ടകളും സുധീഷിനെ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട്. ഈ അടിക്കുന്ന സമയത്ത് ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അതാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അരുൺ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഗുണ്ടകളും ആഹാരം കഴിക്കാൻ വേണ്ടി വെളിയിൽ പോവുക. ഈ പോകുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ കൈകാലുകൾ ബന്ധിച്ച് കസേരയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് സങ്കടത്തോടു കൂടി ഹരീഷ് ഇരിക്കുമ്പോൾ മുൻപിൽ ഒരു വാതിൽ തുറന്നിരിക്കുക, അല്ലെങ്കിൽ വാതിൽ നല്ല ഫോൺ നിലത്ത് കിടക്കുന്നത്. പെട്ടെന്ന് സുധീഷിന് എത്തിപ്പിടിക്കാൻ കൈ എത്തിപ്പിടിക്കത്തില്ലല്ലോ. പക്ഷെങ്കിൽ സുധീഷ് ആ കസാര എടുത്തെടുത്ത് ചാടി ആ ഫോണിൻ്റെ അടുക്കൽ ചെല്ലുകയും ഫോണിൻ്റെ ലോക്ക് തുറക്കുകയും ചെയ്യുക. തുറന്നിട്ട് എന്ത് ചെയ്യും, ആരെ വിളിക്കും എന്നറിയത്തില്ല. പക്ഷെങ്കിൽ പെട്ടെന്ന് ഹരീഷിനെ ഓർമ്മ വരികയാണ്. അങ്ങനെ ഹരീഷിൻ്റെ നമ്പർ ഏകദേശമൊക്കെ സുധീഷിന് അറിയാം, ബാക്കി ആരുടെ നമ്പർ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഹരീഷിനെ നമ്പറിൽ വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി ഒരു പ്രതീക്ഷയോടുകൂടിയാണ് സുധീഷ് വിളിക്കുന്ന സമയത്ത് ഫോൺ കോൾ പോയ ശേഷം എടുക്കടാ ഫോണെന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടു കൂടി നിൽക്കുക. ഈ സമയത്ത് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ്. അതായത് നീതു വിളിച്ച് ശല്യം ചെയ്തപ്പോൾ ഫോൺ അറിഞ്ഞപ്പോൾ സുധീഷിൻ്റെ ഫോൺ പൊട്ടിപ്പോയിരുന്നു, അല്ലെ സുധീഷിൻ്റെ അല്ല ഹരീഷിൻ്റെ. അതുകൊണ്ട് തന്നെ ഹരീഷിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. അത് ദേഷ്യമുണ്ടാക്കുകയും അമർഷമുണ്ടാക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന സുധീഷിനെയാണ് കാണുന്നുട്ടോ. അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ആരെയും വിളിക്കും, ഏക പ്രതീക്ഷ അതായിരുന്നു, ഈ ഫോൺ കിട്ടിയത് ആയിരുന്നു. പക്ഷേങ്കിൽ ഇനി ആരെയും വിളിക്കും, ബാക്കി ആരുടെ ഫോൺ നമ്പർ അറിയത്തില്ല. എന്നാൽ സുഭാഷ് ചേട്ടനെ എന്ന് വിളിച്ചേക്കാമെന്ന് ചിന്തിച്ചിങ്ങനെ മനസ്സിലിങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഓരോന്ന് തിരഞ്ഞ് നമ്പർ മാറി പോവുക കേട്ടോ. എന്തായാലും സുധീഷേനെ ഈ നമ്പറിൽ വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് ഒരു നമ്പറിൽ അങ്ങ് വിളിക്കുക, അറിയാവുന്ന ഒരു നമ്പറിൽ വിളിക്കുക കേട്ടോ. ഏകദേശം ഒരു ഓർമ്മയിൽ അങ്ങ് വിളിച്ചു കഴിയുമ്പോൾ റിങ് ചെയ്യുക. അപ്പോൾ വളരെ സന്തോഷമുണ്ടായി സുധീഷിന്. എടുക്ക് സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് കിടന്ന് കരയുക. അപ്പോൾ റിങ് ചെയ്യുന്ന സമയത്ത് ഇവർ ബൈക്കിൽ കയറുന്ന സമയത്താണ് റിങ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു അപരിചിത നമ്പറാണ്, സേവ് ചെയ്യാത്ത നമ്പറാണ്. പെട്ടെന്ന് സുഭാഷ് ആ ഫോൺ കട്ട് ചെയ്യുക. അപ്പം ഹരീഷ് ചോദിക്കുക, ആരാ ചേട്ടാ? ഒന്നുമില്ലാവേ, അതൊരു അറിയത്തില്ലാത്ത നമ്പറാണെന്ന് പറയണം. പോകാമെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് പറയും, ചേട്ടാ ഫോൺ എടുക്കുക, ഈ അവസ്ഥ നമുക്കറിയാമെന്നല്ലേ, ആരുടെയും നമ്പർ ഏത് നമ്പർ പരിചയമില്ലാത്ത നമ്പരാക്കി നമുക്ക് ഫോൺ എടുക്കണമെന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയാണ്, എടാ ഇല്ല, നമ്മുടെ സൈറ്റിൽ ഒരു കുടിയൻ എന്നും വന്ന് പണി ചോദിയില്ല, അത് വിളിച്ച് മടുത്ത അയാൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയാം. എന്നാലും ഹരീഷ് പറയാം, അങ്ങനെയൊന്നും ചിന്തിക്കില്ല ചേട്ടാ, ഏത് ഫോൺ കോൾ വന്നാലും നമ്മൾ എടുക്കണം, സുധീഷ് ചേട്ടൻ്റെ ജീവൻ്റെ കാര്യമാണ്, നമുക്ക് എടുക്കണം എന്ന് പറയുകയാണ്. നോക്കട്ടെ എന്ന് പറയും. എന്നാലും വീണ്ടും സുഭാഷ് ഫോൺ എടുക്കാത്തതിൻ്റെ സങ്കടത്തിൽ വീണ്ടും ആ നമ്പറിലേക്ക് സുധീഷ് വിളിക്കുമ്പോൾ പിന്നെയും ഫോൺ റിങ് ചെയ്യുക. അപ്പം എടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുധീഷ് ഈ കോള് ചെയ്യുന്നത്. അപ്പോൾ കാല് വെച്ചാണ് ഈ നമ്പറുകളൊക്കെ അടിക്കുന്നത് കേട്ടോ. കാൽവിരൽ വെച്ച് കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നതിൽ കാല് വെച്ച് ഈ നമ്പർ നിലത്ത് കിടക്കുന്ന ഫോണിൽ നിലത്ത് കിടക്കുന്ന ഫോണിലാണ് സുധീഷ് ഈ കാല് വെച്ച് നമ്പർ ഡയൽ ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ റിങ്ങിൽ സുഭാഷ് പിന്നെയും വിളിക്കുകയാണല്ലോടാ എന്ന് പറയാം. അപ്പം ഹരീഷ് പറ, ചേട്ടാ ഫോൺ എടുക്കാൻ പറയാം. അപ്പം നികേഷൻ പറയുന്നു, ചേട്ടാ ഫോൺ എടുക്കുക എന്ന് പറയാം സങ്കടത്തോടു കൂടി.
എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ സുഭാഷ് എടുക്കുക. സുഭാഷ് ചേട്ടൻ എടുത്ത് എന്ന് കണ്ടതേ അപ്പുറം ഒരു നിലവിളി ശബ്ദമാണ്. സുഭാഷ് ചേട്ടാ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് ഒരു നിലവിളി ശബ്ദമാണ്. പെട്ടെന്ന് സുഭാഷ് എടാ സുധീഷ് നീ എവിടെയാടാ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഹരീഷിന് മനസ്സിലായി സുഭാഷിൻ്റെ ഫോണിലേക്ക് വന്നത് സുധീഷിൻ്റെ കോളാണെന്ന്. 3 പേരും ഒരുമിച്ച് കൂടി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് അവിടെ നിന്ന് നിലവിളിക്ക് പറയുക, സുഭാഷ് ചേട്ടാ എന്നെ രക്ഷിക്കുക, എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, എന്നെ കുറച്ച് പേര് കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ഈ സമയത്ത് ഹരീഷ് പറയും എവിടെയാ സുധീഷ് ഏടാ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അന്നേരം സുധീഷ് പറയാണ് എടാ പതിയെ പറയടാ എനിക്ക് പേടിയാകുക എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് എന്താ സുധീഷ് ഏടാ എന്ന് പറയാം. അപ്പോൾ കാര്യം വിവരിക്കുക. സുധീഷ് വിവരിക്കുകയാണ്, ഞാൻ നിധിയുടെ അച്ഛൻ കുറച്ച് പൈസയും പണവുമായിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഇന്ന സ്ഥലത്ത് വന്നപ്പോൾ എന്നെ കുറച്ച് പേര് ഗുണ്ടകൾ വന്ന് പിടിക്കുകയും എന്നെ മർദ്ദിക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഏതോ ഒരു ഫാക്ടറിക്കകത്ത് ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്ത് ഒരു ഫാക്ടറിക്കകത്ത് എന്നെ പൂട്ടിയിട്ടിരിക്കുക, ഒരുപാട് മർദ്ദിച്ചടാ എന്നെ അടിച്ചടാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം ഹരീഷിനും നികേഷിനും ഒക്കെ വളരെ ഭയമുണ്ടാകുക. സുഭാഷ് അപ്പം നിലവിളിക്കണമോ എന്ന് പോലും തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചോദിക്കുക എവിടെയാ, അപ്പം ഹരീഷ് ഉറക്കെ ചോദിക്കുക സുധീഷ് എവിടെയാ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക. അപ്പം സുധീഷ് പറയാണ് എടാ പതിയെ പറയടാ, അമ്മാർ പുറത്തേക്ക് പോയ സമയത്ത് ഒരു ഫോൺ ഇവിടെ കിടന്ന് കെട്ടിയതാ, അതിൽ വിളിക്കുന്നതാണെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് എന്ന ശാന്തമായിട്ട് എന്നാൽ എവിടെയാണ് സുഭാഷ് ചേട്ടാ സ്ഥലം അറിയാമോ എന്ന് ചോദിക്കുക. സ്ഥലം എനിക്ക് അറിയത്തില്ല, എനിക്ക് എവിടെയാ സ്ഥലമൊന്നോ ഏത് മാപ്പൊന്നൊന്നും അറിയത്തില്ല. അപ്പോൾ റൂട്ട് മാപ്പ് ചോദിക്കുക ഹരീഷിനോ. അപ്പം സുധീഷ് പറയുന്നുണ്ട് എടാ എങ്ങനെയാണ് എൻ്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ടിരിക്കുക, ഞാൻ എങ്ങനെയാണ് റൂട്ട് മാപ്പ് തരുന്നതെന്ന് ചോദിക്കുക. അപ്പം ഹരീഷ് പറയും സുധീഷ് ദേഷ്യപ്പെടാതെ എവിടെയാ സ്ഥലമെന്നെങ്കിലും പറയാൻ ഇല്ല എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് മനസ്സിലിങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലവും അവിടുത്തെ പിടിച്ചോണ്ട് പോകുന്ന സ്ഥലം ഏകദേശം സുധീഷിൻ്റെ മനസ്സിലേക്ക് വരികയും അങ്ങനെ ആ സ്ഥലം എവിടെ വെച്ചാണെന്ന് പിടിച്ചതെന്നും എവിടെ നിന്നാണ് തിരിഞ്ഞ് കയറി പോകുന്നതെന്നൊക്കെ ഹരീഷിനോടും സുഭാഷിനോടൊക്കെ പറയാം. അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുക. അപ്പം എത്രയും വേഗം ഞങ്ങൾ ഇവിടെ എത്തിയേക്കാന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് പറഞ്ഞു ഞാൻ ഗുണ്ടകൾ വന്നു കഴിഞ്ഞാൽ ഫോൺ ഓഫാവും, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞെന്ന് പറയാം. പേടിക്കേണ്ട സുധീഷ് ചേട്ടാ, ഞങ്ങളിപ്പോൾ എത്തും, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടകളുടെ വാഹനം തിരിച്ചു വരികയാണ്. അല്ല ആഹാരം മേടിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നു. പെട്ടെന്ന് വന്നപ്പോൾ സുധീഷ് ഫോൺ കട്ട് ചെയ്ത്. അപ്പം സുഭാഷിന് പറയാം എടാ ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറയാണ്. അപ്പം ഹരീഷ് പറയാം ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇനി മിണ്ടല്ലെന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് ഫോൺ കട്ടായതിൻ്റെ ഒരു ടെൻഷനിൽ നമുക്ക് പെട്ടെന്ന് പോകാം, സമയം കളയാനില്ല എന്ന് പറഞ്ഞവർ വാഹനത്തിൽ കയറുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഗുണ്ടകൾ അടുത്ത് വന്നപ്പോഴത്തേക്ക് സുധീഷിനെ കെട്ടിയിട്ട സ്ഥലത്തല്ല സുധീഷ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തോ പന്തികേട് തോന്നുക. അപ്പം നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഈ ചാടി ഇച്ചിരി അല്പം മുൻപോട്ട് വന്നിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഗുണ്ടകൾ വരുന്നത് കണ്ടതേ സുധീഷ് ആ നിലത്ത് കിടക്കുന്ന ഫോണ് തട്ടി ഒരു ഡെസ്കിൻ്റെ കീഴിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, പക്ഷെ ഫോണാണ് എന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് നീ എങ്ങനെയാടാ ഇവിടെ വന്ന്, എന്താണ് നീ തട്ടിയിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പന്തികേട് തോന്നിയ ഈ ഗുണ്ടകളുടെ നേതാവ് മറ്റു ഒരുത്തനോട് പറയാം എടാ അവനെന്താണ് തട്ടിയിട്ടെന്ന് നോക്കാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് ഒരുത്തനകത്തേക്ക് പോവുകയും ആ ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് എന്താണ് തട്ടിയിട്ടേക്കെന്ന് നോക്കുമ്പോൾ ഒരു ഫോണാണ് അപ്പം ഇത് ഫോണാണ് എന്ന് പറയാണ്. ഇതേത് ഫോണാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ കൂടെ നിന്ന് ഒരു ഗുണ്ട പറയാം അയ്യോ ഇത് എൻ്റെ ഫോണാണല്ലോ എന്ന് പറയാം. അപ്പോൾ ഈ ഗുണ്ടകളുടെ നേതാവ് പറയാണ് ഇത് എടാ നിൻ്റെ ഫോൺ എങ്ങനെ ഇവൻ്റെ കയ്യിൽ വന്നെന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഗുണ്ടയുടെ നേതാവ് മറ്റവൻ പറയാണ് അയ്യോ മുമ്പേ നടന്ന ആ ഇവനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാ, ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറയാണ്. അപ്പം ആ സമയത്ത് ഈ ഗുണ്ട നേതാവ് ഈ മറ്റവനെ വഴക്ക് പറയുന്നുണ്ടല്ലോ. അങ്ങനെ സമയത്ത് പെട്ടെന്ന് ആ ടെൻഷനായി ഈ വിഷയം. എന്നാൽ ഈ ഫോണിലിട്ട് അവൻ ഏത് നമ്പറിലേക്ക് വിളിച്ചെന്ന് നോക്കാൻ പറയാം. അപ്പോൾ 2 നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആ ലാസ്റ്റ് വിളിച്ച നമ്പറിലേക്ക് വിളിക്കാം എന്ന് പറയാം. അങ്ങനെ വിളിക്കുമ്പോൾ സുഭാഷേൻ്റെ ഫോൺ റിങ് ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് വാഹനം നിർത്തി എടാ സുധീഷാ വിളിക്കുന്നത് പറയാം. അപ്പോൾ ഹരീഷിന് സംശയം തോന്നി. ഹരീഷ് പറയാം ചേട്ടാ മിണ്ടല്ലേ, ഫോൺ അറ്റൻഡ് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയാം. അപ്പം സുഭാഷിന് ഹരീഷ് എന്താ ചിന്തിച്ചതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുന്നു, അതിൻ്റെ ലൗഡ് സ്പീക്കർ ഇടുന്നു, മിണ്ടാതെ നിൽക്കുന്നു. 2 പേരും സൈലൻ്റായിട്ടും 3 പേരും മിണ്ടാതെ നിൽക്കുക. അപ്പം മറുഭാഗത്തും ഈ ഗുണ്ടയും വിളിച്ചിട്ട് മിണ്ടാതെ നിൽക്കുക. അപ്പം 2 സൈഡും സൈലൻ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് ഈ ഗുണ്ടാ നേതാവ് ചോദിക്കുക ഹലോ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് തന്നെ സുധീഷ് അല്ല എന്ന് ഇവർക്ക് മനസ്സിലായി, എന്തോ അപകടം അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുണ്ടകൾ വന്നു എന്ന് മനസ്സിലാക്കിയ ഹരീഷ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്യുന്നത് മറ്റവന്മാർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് മനസ്സിലായി സുധീഷ് ആരെയോ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്, സ്ഥലം ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പെട്ടെന്ന് ഈ ഗുണ്ടാ നേതാവ് ചെന്ന് ഈ രാജീവിനെ അല്ലെങ്കിൽ അരുണിനെ വിളിക്കുകയാണ്. അരുണിനെ വിളിക്കുകയാണ്. അപ്പോൾ രാജീവിനെ വിളിച്ചിട്ട് കിട്ടാതെ
അരുണിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അപ്പം അരുൺ ഒരുപാട് വഴക്ക് ഈ ഗുണ്ടകളെ പറയുന്നുണ്ട് കേട്ടോ. നീക്ക് എവിടെ നോക്കിയാണ് ഇരിക്കുന്നത്, ഒരു കാര്യം ഏറ്റ് കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോട് ചെയ്യണ്ടേ, അവൻ ആരെയാണ് ഫോൺ വിളിച്ചതെന്ന് അറിയാവോ, അവന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അകത്താകുകയല്ല അവനും, നീക്ക് എന്തൊരു മണ്ടനാടാ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയാം. അപ്പോൾ ഈ സമയത്ത് ഈ ഗുണ്ടാനാഥ പറയുന്നുണ്ട്, സാറേ അത് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയ സമയത്ത് അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിൻ്റെ ഫോൺ നിലത്ത് കിടന്ന് വീണുപോയി, അതിൽ നിന്ന് വിളിച്ചതാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് വഴക്കിന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അവനെ മാറ്റുക, ഇനി അവിടെ സുരക്ഷിതമല്ല, അതുകൊണ്ട് മാറ്റാൻ പറയുകയും അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് സുധീഷിനെ മാറ്റുകയും ചെയ്യുന്നൊരു ഭാഗം. അങ്ങനെ പെട്ടെന്ന് ഗുണ്ടാനാഥക്കന്മാർ നേതാവ് വന്ന് മറ്റുള്ളവർ പറയട്ടെ ഇവനെ അഴിക്കുക, വേറെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയേക്കാം എന്ന് പറയുകയും അങ്ങനെ കൈകാലിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും ആ കസാരയിൽ നിന്ന് കെട്ട് പിടിച്ച് കാറിലേക്ക് വലിച്ചു അല്ലെ വാഹനത്തിൽ വലിച്ചു കയറ്റിക്കൊണ്ട് പോവുകയോ. അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് അപ്പോൾ മൂടിക്കെട്ടിയിട്ടുണ്ട്. അപ്പം പോകുന്ന സമയത്ത് ഹരീഷും നികേഷും അതുപോലെ സുഭാഷും കൂടെ സുധീഷിനെ അന്വേഷിച്ച് വരികയാണ്. വരുന്നതിന് ഓപ്പോസിറ്റാണ് ഈ ഗുണ്ടകൾ സുധീഷിനെ കൊണ്ട് പോകുന്നത്. അങ്ങനെ വഴിയിൽ വെച്ച് ഹരീഷിൻ്റെ വാഹനത്തിൽ വെപ്രാളം കൊണ്ട് മറ്റേ ഗുണ്ടകളുടെ വാഹനം ഇടിക്കുകയും അങ്ങനെ ഹരീഷ് തെറിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു ഭാഗത്തോടെ കൂടിയായിരിക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസം എപ്പിസോഡുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.